ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പ്രശസ്ത ഗായകൻ അരിജിത് സിംഗ് പിന്നണി ഗാനരംഗം വിട്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ പ്രഖ്യാപനം. ആരാധകർക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ താരം നന്ദി അറിയിച്ചു. 2012 പുറത്തിറങ്ങിയ ഏജന്റ് വിനോദ് എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെയാണ് പിന്നണി ഗാനരംഗത്തെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. നിഖിൽ പ്രമേഷ് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, അക്ഷരാർത്ഥത്തിൽ ആരാധകർ ഞെട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ 38-ാം വയസ്സ് പ്രൈം ഏജിൽ കരിയറിൽ അങ്ങേറ്റം തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഗാനരംഗത്ത് സംഗീതയാത്ര തുടരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മറ്റൊരു തരത്തിൽ സമാന്തരമായി തുടരുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ഈ നമ്മൾ അദ്ദേഹത്തെ സജീവമായി കാണുന്ന മേഖലയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നു എന്നതിന് എന്തെങ്കിലും ഒരു കാരണം പ്രത്യേകമായി പറയുന്നുണ്ടോ? ഈ സമൂഹം ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല, കൊമേഴ്ഷ്യൽ ആയ ഒരു സമ്മർദ്ദമുണ്ട്, അതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്ന സൂചന വാക്കുകൾക്കിടയിലൂടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ദശലക്ഷക്കണക്കിന് സംഗീത പ്രേമികളെയാണ് സംഗീതത്തിൽ ആഴ്ത്തിക്കൊണ്ട് അരിജിത് സിംഗിന്റെ ഈ വിരമിക്കൽ അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അദ്ദേഹം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ കാലത്തും ചേർത്ത് വെച്ചിരുന്നയാളാണ്. ഇപ്പൊ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 38-ാം വയസ്സിൽ കരിയറിലെ ഏറ്റവും മികച്ച പന്ഥാവിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് വലിയ പ്രാധാന്യം തന്റെ കരിയറിൽ വെച്ച് പുലർത്തിയിരുന്നയാളാണ്. ഒരു ഏറ്റവും മികച്ച ഗാനം ആലപിക്കാനുള്ള അവസരവും തൊട്ടിപ്പുറത്തെ ഒരു സ്വതന്ത്ര ഗാനം പുറത്തിറക്കാനുള്ള ഒരു വലിയ സംഘത്തിനൊപ്പം പുറത്തിറക്കാനുള്ള അവസരവും കിട്ടിയാൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന് അദ്ദേഹത്തോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ഉറപ്പായും അത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനൊപ്പമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനവുമായിരുന്നു. ഈ സംഗീത ലോകത്ത് തന്നെ താൻ തുടരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ അത് തീർച്ചയായും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊരു മനോഹര യാത്രയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എക്സിൽ ഈ തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത്. ഇക്കഴിഞ്ഞ പോയ വർഷങ്ങളിൽ നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം നൽകി. ശ്രോതാക്കളുടെ ആ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇനി പിന്നണി ഗാനരംഗവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കില്ലെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ തീരുമാനമെടുക്കുന്നത്. മനോഹരമായ ഒരു പാട്ട് അവസാനിപ്പിക്കുന്നത് പോലെ താൻ ഈ പിന്നണി ഗാനരംഗം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം അത് ഏറ്റെടുത്ത നിരവധി വർക്കുകളുണ്ട്. അതൊക്കെ ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നണി ഗാനരംഗത്ത് നിന്ന് മാത്രമേ പോകുന്നുള്ളൂ, സംഗീത രംഗത്ത് താൻ ഇവിടെ തന്നെ ഉണ്ടാകും, ആരാധകർ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ബോളിവുഡിലെ ഏറ്റവും തിരക്കേറിയ യുവ ഗായകൻ എന്നുള്ള നിലയ്ക്കാണ് അരിജിത് സിംഗിനെ ആരാധകരൊക്കെ കണ്ടിരുന്നത്. ഹിന്ദിയിലും ബംഗാളിയിലും ഒക്കെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ അദ്ദേഹം സമീപകാലത്ത് പാടിവെച്ചിരുന്നു. തമിഴിലും തെലുങ്കിലും അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട്, മലയാളത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. 2009 പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന അരിജിത് സിംഗ് റിയാലിറ്റി ഷോയിൽ അതിനു മുൻപ് തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് കേരളത്തിലും വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. തും ഹി ഹോ എന്ന് പറയുന്ന പാട്ട് അത് മലയാളി ഒന്നടങ്കം ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഏറ്റെടുത്തതാണ്. മലയാളികൾ പ്രത്യേകമായി റീൽസിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് തവണ. ശരി നിഖില തുടരുക. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഗാനം 2 വരി നമുക്ക് ഒന്ന് ആസ്വദിക്കാം ഈ രാത്രി വൈകിയ വേളയിൽ. കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്ന അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അന്ന് ആ മത്സരത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ദേമാതരം ആലപിച്ചാണ് അതിൻ്റെ ഒരു ഭാഗം അവസാനിപ്പിച്ചത്. അതിൽ ആ സമയത്ത് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടെ ആ സംഗീത പരിപാടി ആസ്വദിക്കുന്നതിന് സാക്ഷിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ എത്രയോ ആയിരങ്ങൾ അല്ലെ എത്രയോ ലക്ഷങ്ങളെ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള
ഒരു അത്ഭുതകരമായ കഴിവുള്ള ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹം ഈ പിന്നണി ഗാന രംഗത്ത് നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അത് വലിയ സങ്കടമാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം സംഗീത രംഗത്തുണ്ടാകും, അദ്ദേഹത്തിൻ്റെ സംഗീത യാത്ര തുടരുകയും ചെയ്യും, അത് പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. CPM-ലേക്ക് എന്ന അഭ്യൂഹങ്ങൾ തള്ളി ഡോക്ടർ ശശി തരൂർ MP. ദുബായിലെ ചർച്ച മാധ്യമ സൃഷ്ടിയാണ്. പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് പറയും. കോൺഗ്രസുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തോട് സമയം വരുമ്പോൾ സംസാരിക്കാമെന്നും തരൂർ പറഞ്ഞു. അതിനുള്ള അവസരം വരും എന്നാണ് വിശ്വാസമെന്നും ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. ദുബായിലുള്ളപ്പോൾ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു കേരളത്തില്. CPM-മായി ചർച്ചകൾ നടക്കുന്നു, CPM-ൽ പോകാൻ പോകുന്നു ഒക്കെ. എന്താണ് ഒന്നാം കാര്യം, ഇത് ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ ഹിന്ദിയിൽ പറയുമ്പോൾ റോസി റോട്ടിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ എൻ്റെ പാർട്ടി നേതൃത്വത്തോടെ നേരിട്ട് പറയുള്ളൂ. അതിൻ്റെ അവസരം വരും, എനിക്കൊരു സംശയമില്ല. പാർലമെന്റ് സമയത്തോടെ എല്ലാവരും ഉണ്ടല്ലോ, കാണാം. മാധ്യമക്കാരുടെ മുമ്പിലാണ്. അതൊക്കെ അവരോട് പറഞ്ഞൂടെ, അതൊക്കെ അവരോട് ഏത് അല്ല, ഞാൻ പങ്കെടുക്കാത്ത കാരണം അതാണ്. അവരെന്നെ ക്ഷണിക്കുന്നത് ഇന്നലെ മിനിങ്ങാന്നുമായിരുന്നു. അപ്പോഴേക്കും ഞാൻ ടിക്കറ്റ് മേടിച്ച് കഴിഞ്ഞ് ദുബായിൽ തിരിച്ചു വരാൻ. പാർലമെന്റ് നാളെ കാര്യം ഞാൻ ഡൽഹിക്കാണ് ടിക്കറ്റ് മേടിച്ചത്. അപ്പൊ തിരുവനന്തപുരത്തും ഇതും ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് വേറെ ഒരു താങ്ക്സ് വെരി മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ഷീൽഡിംഗ് മീ ഫ്രം ദ കോൾഡ്. അതൊക്കെ ചർച്ച നടന്നു എന്നുള്ള കാര്യത്തെ തള്ളിക്കളയാണോ ചെയ്യുന്നത്? ചർച്ച നടന്നിട്ടുണ്ടോ? നോക്കൂ, എനിക്ക് ഈ വിഷയത്തിൽ ഇറങ്ങാനേ ആഗ്രഹമില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയ ചോദ്യങ്ങൾ വരും, പുതിയ കോമൻസ് വരും. അപ്പൊ എന്നെ ഒന്ന് ദയവ് ചെയ്ത് പ്ലീസ് ഇതെല്ലാം അവസരം, ഇതെല്ലാം സമയം, ഇതെല്ലാം സ്ഥലം. ഒന്ന് കൊടുത്തേ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടെന്ന് KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി AICCക്ക് കൈമാറുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചുമതലപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ്. KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ MP-മാർ മത്സരിക്കേണ്ടെന്ന് ഭൂരിപക്ഷ അഭിപ്രായം. MP-മാർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട, സ്ഥാനാർത്ഥിത്വത്തിനായി പ്രവർത്തിക്കുകയും വേണ്ട, തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. K. സുധാകരൻ, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള MP-മാർ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ആരും എതിരഭിപ്രായം പറഞ്ഞില്ല. ആർക്കെങ്കിലും ഇളവ് നൽകണോ എന്ന കാര്യം അന്തിമമായി തീരുമാനിക്കുക AICC നേതൃത്വമായിരിക്കും. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി AICCക്ക് കൈമാറുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചുമതലപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്കും പേരുകൾ നിർദ്ദേശിക്കാം. ജില്ലാ നേതൃത്വങ്ങളുമായി പ്രത്യേകം ചർച്ച നടത്തും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ നേതാക്കളുമായി KPCC നേതൃത്വം ഇന്നു ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ നേരിൽ കണ്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ മാർത്തോമാ സഭ മെത്രാപ്പൊലീത്തയുമായും കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാനുമായും മറിയ ഉമ്മൻ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മറിയ ഉമ്മൻ ജനവിധി തേടുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഇതിനിടെയാണ് മറിയ ഉമ്മൻ വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ നേരിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ തിരുവല്ലയിലെ മാർത്തോമാ സഭയുടെ ആസ്ഥാനത്തെത്തി തിയഡോഷ്യസ് മെത്രാപ്പൊലീത്തയുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ വൈകിട്ട് കാഞ്ഞിരപ്പള്ളി സിറോ മലബാർ സഭ ആസ്ഥാനത്ത് മറിയ ഉമ്മനെത്തി. ജോസ് പുളിക്കൽ മെത്രാനുമായും ആശയവിനിമയം നടത്തി. വിവിധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും മറിയ ഉമ്മൻ എത്തിയതെങ്കിലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനുമായും മറിയ ഉമ്മൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുറവിലങ്ങാട് പള്ളിയിലുമെത്തി വൈദികരെ കണ്ടു. വൈദികരും മെത്രാപ്പൊലീത്തമാരും മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വിവരം. 24, പത്തനംതിട്ട.
ആസിഡ് ആക്രമണ കേസുകളിൽ അസാധാരണ ശിക്ഷാ നടപടികൾ വേണമെന്ന് സുപ്രീം കോടതി. അക്രമിയുടെ സ്വത്ത് കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകിക്കൂടെ എന്ന് ചീഫ് ജസ്റ്റിസ്. നിയമനിർമ്മാണം ആവശ്യമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.